ലേണേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് മൊബൈലിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഗൂഗിൾ എടുക്കുക. ആ ഗൂഗിളിൽ എന്ത് ചെയ്യുക, പരിവാഹൻ എന്ന് അടിച്ചു കൊടുക്കണം. പരിവാഹൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ പരിവാഹൻ വരും. അതിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്ത് കളയണം. വീണ്ടും താഴേക്ക് സ്കിപ്പ് ചെയ്യാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അത് വരും. അപ്പോൾ 2 തവണ അത് ക്ലോസ് ചെയ്തുക. അത് കഴിഞ്ഞ് ഓൺലൈൻ ടെസ്റ്റ് അപ്പോയിൻമെൻറ്റ് വരും. അത് പ്രസ് ചെയ്യുക. വീണ്ടും അപ്ഡേഷൻ വരും, ക്ലോസ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണും. ആ സ്റ്റേറ്റിലൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക. വീണ്ടും ക്ലോസ് ബട്ടൺ അമർത്തുക. അത് ലൈസൻസ് മെനു ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യാം. ലേണേഴ്സ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് ഏറ്റവും താഴെയായിട്ട് മോക്ക് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മോക്ക് ടെസ്റ്റിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫോം കിട്ടി. അതിൻ്റെ നെയിം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എക്സാം വെച്ചിട്ടുള്ള സമയത്ത് നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കേണ്ടത്, ആപ്ലിക്കേഷൻ ലേണേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കേണ്ടത്. ഇത് ചുമ്മാ പേര് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇയർ സെലക്ട് ചെയ്യാം. പിന്നെ മന്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. പിന്നെ ഡേറ്റ് അതിൻ്റെ താഴെ തന്നെ റോയിലുണ്ട്, അത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ് കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, സൈനിങ് കൊടുക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും, ക്യാരക്ടറുകൾ സ്മോൾ ലെറ്റർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. അവിടെ കറക്റ്റ് നമ്മുടെ നെയിം തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ FG എന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിന് സൈൻ ചെയ്തു. ചോദ്യം വന്നു. ഇങ്ങനെ മൊത്തത്തിലൊരു 10 ചോദ്യമായിട്ടാണ് വരാം. ആ 10 ചോദ്യത്തിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ ശരിയായി ഉണ്ടാവുള്ളൂ. നമ്മളത് ചെയ്തു നോക്കാം. ചോദ്യം വായിച്ച് 4 ഓപ്ഷനും വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം സെലക്ട് ചെയ്യാം. ആകെ ഒരു ചോദ്യത്തിന് നമുക്ക് 30 സെക്കൻഡ് സമയം ഉണ്ടാവാം. ഇതിൽ ടൈമിംഗ് കൊടുക്കില്ല, നമുക്ക് എത്ര സമയം ചെയ്യാം. എക്സാമിന് വരുമ്പോൾ 30 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. ഇതുപോലെ 10 ചോദ്യങ്ങൾ വരും. ഇത് ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ആൻസർ ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയായ ഉത്തരത്തിൻ്റെ അവിടെ പച്ചയെന്നും, തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓറഞ്ച് കളറിന് വരാമോ. പിന്നെ മാർക്ക് എത്ര നമ്മൾ ശരിയായിട്ടുള്ളതിൻ്റെയൊക്കെ താഴെ കൃത്യമായിട്ട് മാർക്ക് അതിൽ താഴെ കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പിന്നെ ഒരു കന്നഡ തമിഴ് ഭാഷ വരാം. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഏറ്റവും താഴത്തേക്ക് കൊണ്ടുപോകാം. ഏറ്റവും താഴെ വന്നിട്ട് ഏറ്റവും താഴത്തെ നീല ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാം. ഒന്ന് ബാക്കപ്പ് കൊടുത്താൽ മതി. വീണ്ടും വരും കേട്ടോ. അങ്ങനെ വീണ്ടും സെയിം സംഭവം ഓപ്പണിങ് സ്ഥലത്തെത്തി. അവിടെ ക്ലോസ് ബാർ അമർത്തുക. ലേണേഴ്സ് ലൈസൻസ് മെനുവിലേക്ക് പോവുക. ലേണേഴ്സ് ലൈസൻസ് സെലക്ട് ചെയ്യുക. വീണ്ടും ഏറ്റവും താഴെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് എടുക്കുക. റിപ്പീറ്റ് എക്സാം സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുക.